ബനാറസി വീവിങ് സ്റ്റൈൽ നമ്മുടെ കാശ്മീരി വർക്ക്സ് ഇൻസ്പയർഡ് ആയിട്ട് വന്നേക്കുന്ന ഒരു ലുക്കാട്ടോ. ബ്ലാക്കിനകത്ത് കളർഫുള്ളായിട്ട് വന്നേക്കുന്ന ത്രെഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഡീറ്റെയിലിംഗ്. ഇതിൻ്റെ ബോർഡറിൽ തന്നെ ഭയങ്കര രസമായിട്ടുള്ളൊരു ബോർഡർ പാറ്റേൺ ഒക്കെ കേട്ടോ വന്നേക്കുന്നത്. ഒരു 4 കളേഴ്സിൻ്റെ മിക്സിങ്ങിൽ വന്നേക്കുന്ന ഒരു ബോർഡർ പാറ്റേൺ. ഫസ്റ്റ് മസ്റ്റർഡ് യെല്ലോ ആൻഡ് ബ്ലൂ, നേവി ബ്ലൂവിൻ്റെ, ആൻഡ് അത് കഴിഞ്ഞ് റെഡിൻ്റെ വളരെ തിന്നായിട്ടുള്ളൊരു ബോർഡർ ഡീറ്റെയിലിംഗ്, അതിൻ്റെ കൂടെ മജന്തയുടെ ഒരു കോമ്പിനേഷൻ. ആ ഒരു എല്ലാ കളേഴ്സും കുറച്ചൊന്ന് വൈബ്രൻ്റ് ആയിട്ട് നിൽക്കുന്ന എല്ലാ കളേഴ്സും മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീവിങ് സ്റ്റൈലാണ് ബോഡിയിലും കൊണ്ടുവന്നേക്കുന്നത്. ഒരു സെറീൻ്റെയും നമ്മുടെ ബനാറസിലൊക്കെ കാണുന്ന പോലത്തെ സ്ഥിരം മോട്ടീഫ്. അതിന് ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷനിലും ഈ ഒരു തിക്കായിട്ട് വന്നേക്കുന്ന പല്ലു ഡീറ്റെയിലിംഗ് രസമായിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്ന ഒരു കോൺട്രാസ്റ്റ് ലുക്ക്, മജന്ത ഷെയ്ഡിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ്. മജന്ത എല്ലാം നമുക്കിപ്പം മസ്റ്റർഡ് യെല്ലോ അല്ലെങ്കിൽ ഈ ഒരു റെഡോ ഇതിലേതെങ്കിലും ഒരു കളർ ഷെയ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതും വെച്ച് പെയർ ചെയ്യാം കേട്ടോ. ആൻഡ് ഇതിൻ്റെ ബോർഡറിലായിട്ട് ഈ ഒരു സെയിം വർക്ക് ഡീറ്റെയിലിംഗ്, ബോർഡറിൽ വന്നേക്കുന്ന സെയിം വർക്ക് ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷനിൽ മൾട്ടി നോട്ടഡ് ആയിട്ട് വന്നേക്കുന്ന ടാസിൽസ്, ഇത് സെപ്പറേറ്റ്ലി അറ്റാച്ച് ചെയ്തേക്കുന്ന ടാസിൽസ് ആട്ടോ. അങ്ങനെ യൂണീക്കായിട്ട് നിൽക്കുന്ന ഒരു കളക്ഷൻ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്സൊക്കെ ട്രൈ ചെയ്യുന്ന ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാട്ടോ. JRT 136 എന്ന കോഡിലാണ് ഈ ഒരു സാരി അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 30,999 പ്രൈസ് റേഞ്ചിൽ വന്നേക്കുന്നത്. ഇതൊരു നമ്മുടെ ക്രേപ്പ് സിൽക്കിൻ്റെ ഒരു ലുക്കിലാട്ടോ വന്നേക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോഴത്തേനും ഒരു മൊഡാൾസിൻ്റെയൊക്കെ ഒരു ഫീലിംഗ്, ഒരു ഫിനിഷിലും കൂടിയാണ് വന്നേക്കുന്നത്. ആ ഒരു മെറ്റീരിയൽ കാണുമ്പോൾ നമുക്ക് മൊഡാൾ സിൽക്കിൻ്റെ ആ ഒരു ഫീല്. ചെക്ക് അവർ വെബ്സൈറ്റ് www.aham.store. ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന കളേഴ്സൊക്കെയും റയർ കളേഴ്സാണ് കേട്ടോ. നല്ല രസമുള്ള കളേഴ്സാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ടോൺസാണ്. നമുക്ക് എന്താ പറയുക, ഒന്ന് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഇഷ്ടം തോന്നുന്ന കുറച്ച് കളേഴ്സുമാണ്. ഇപ്പോൾ ടർക്കോയിഷിൻ്റെ ടോൺ ആണെങ്കിലും ദിസ് ഇസ് നോട്ട് വെരി കോമൺ, ബിക്കോസ് അതിൻ്റെ അകത്തൊരു ഡബിൾ ഷെയ്ഡ് ടോൺ നമുക്കങ്ങനെ സ്ലൈറ്റായിട്ട് നമുക്കതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ക്ലോസ് ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഒരു ബേജിൻ്റെയും ആ ടർക്കോഷ് ബ്ലൂവിൻ്റെയും ആയിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ എല്ലാത്തിൻ്റെ അകത്തും ചെറിയൊരു ബേജ് ടിൻറ്റും കൂടെ വരുന്നതുകൊണ്ട് ടിഷ്യൂവിൻ്റെ ഫീല് വരുന്നില്ല. പക്ഷെ എന്തായാലും നമുക്ക് ചെറുതായിട്ടുള്ള ഒരു ടോൺ ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ കളേഴ്സ് നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി, ബോർഡർ, ചന്തേരി ഫിനിഷാണ്. അപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല. നമുക്ക് വളരെ ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ലാത്ത മെറ്റീരിയലാണ്. അത്രയ്ക്ക് ട്രാൻസ്പെറൻ്റ് ഒന്നുമില്ല. 1 ലെയറിൽ ഇട്ട് കഴിഞ്ഞാലും നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആൻഡ് കുഞ്ഞ് തിൻ സെറി സിൽവർ ബോർഡർ വിത്ത് ക്രോസ് സ്റ്റിച്ച്. മെഷീൻ എംബ്രോയിഡറി ആണ്. നല്ല നീറ്റായിട്ട് തന്നെയാണ് അതിൻ്റെ ഇന്ന പോർഷനൊക്കെ ഇരിക്കുന്നത്. സ്കാറ്റർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനകത്തൊരു എംറ്റി ഫീൽ തീരെ വരത്തില്ല. നല്ല കളേഴ്സാണ് എല്ലാം വരുന്നത്. അപ്പോൾ അതൊരു ഷെയ്ഡ്. ദിസ് ഇസ് എ റെയർ ടോൺ ഓഫ് ഗ്രേ. ചെറുതായിട്ടുള്ളൊരു ഗ്രീൻ ടിൻ്റൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. പ്ലീറ്റ് എടുക്കാനും എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഒതുങ്ങി ഇരിക്കുന്ന പ്ലീറ്റ് കുറച്ച് നമ്മളുടെ ഒരു കോട്ടൺ സാരീസിൻ്റെ ഒക്കെ ഒരു ഫീല് വരത്തില്ലേ, അതുപോലത്തെ ഉള്ള ഒരു പ്ലീറ്റഡ് ഒരു ലുക്കാനകത്ത് വരുന്നത്. പക്ഷെ നമുക്കങ്ങനെ സ്റ്റാർച്ച് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ഇതാണ്. പിന്നെ വീട്ടിൽ തന്നെ വാഷ് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡ്രൈ ക്ലീനിങ്ങിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല. പിന്നെ ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ സാരീസ് ഫ്രഷ് ആയിട്ട് ഇരിക്കും എന്നുള്ളതേ ഉള്ളൂ. സോ റെഡിൻ്റെയും പിങ്കിൻ്റെയും കോമ്പിനേഷൻ ആൻഡ് ഡാർക്ക് ആർമി ഗ്രീനിൻ്റെയും ഒരു ലൈറ്റ് പേസ്റ്റൽ ഗ്രീനിൻ്റെ ആയിട്ടുള്ള ഒരു 4 കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. സോ ക്രോസ് സ്റ്റിച്ച് പാറ്റേൺ നമുക്ക് എല്ലാവർക്കും ക്ലാസിക്കായിട്ട് ഇഷ്ടമുള്ള ഒരു പാറ്റേൺ ആണ്. ആൻഡ് ടാസൽസും വരുന്നുണ്ട്. ബ്ലൗസ് വന്നിട്ട് സെയിം ഫാബ്രിക്കിൽ നമുക്ക് സ്ലീവ്സിന് വേണ്ടിയിട്ട് ഈ ഒരു വർക്കും കൂടി കൊടുത്തേക്കുവാണ്. നല്ല ഒരു ഉടുത്ത് കാണുമ്പോൾ ഉണ്ടല്ലോ അതിനൊരു ഭംഗിയാണ്. നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് അത്രയ്ക്കൊരു അട്രാക്റ്റീവ് ആണെന്നുള്ളൊരു ഫീല് വരത്തില്ല. പക്ഷെ എല്ലാം ഒന്ന് ഉടുത്ത് കഴിഞ്ഞാൽ ഭംഗിയുള്ള ലുക്കാണ്. പിന്നെ കുറച്ചും കൂടി വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ്, നല്ലൊരു മാംഗോ യെല്ലോ അങ്ങനത്തെ ഉള്ളൊരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ഒരു മീഡിയം വെയിറ്റ് ആണ്. ഭയങ്കര വെയ്റ്റ്ലെസ്, ടസേഴ്സിൻ്റെ പോലെ വെയ്റ്റ്ലെസ് ഞാൻ പറയത്തില്ല. എന്നാലും കൺവീനിയൻ്റ് ആണ്. നമുക്കങ്ങനെ ഒരു ഉടുത്താൽ വെയിറ്റ് തോന്നുന്ന ഒരു മെറ്റീരിയൽ അല്ല. ദിസ് ഇസ് മാംഗോ യെല്ലോ. ആൻഡ് എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഷെയ്ഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലോട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ കളർ നല്ല ഭംഗിയുണ്ട്. ഉടുത്ത് കഴിയുമ്പോൾ നല്ല ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ല രസമുള്ള കോമ്പിനേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് നോക്കിയാലേ അറിയത്തുള്ളൂ. എനിക്കൊന്ന് ഇതാണ് എനിക്ക് കൂടുതൽ ചേരുന്നതെന്ന്. അപ്പം മേ ബി this color, I would go for this shade. I like this color. അതിൻ്റെ അകത്തൊരു ബ്ലൂവും പിന്നെ ആ ഒരു ബേജിൻ്റെയും കൂടെ ആയിട്ടുള്ള ഒരു സ്ലൈറ്റ് ഡബിൾ ടോൺ. പിന്നെ വീവിങ് പാറ്റേണിൽ തന്നെ ഒരു സെൽഫ് സ്ട്രൈപ്പ് പോലത്തെ ഉള്ള ഒരു ലുക്ക് കാണാം. ആക്ച്വലി ആ ഒരു
വാപ്യാൻസിൽ വന്നേക്കുന്ന ഒരു കളർ വേരിയേഷൻസ് ആണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. സോ ചന്തേരി ഫിനിഷിൽ വന്നിരിക്കുന്ന ബഡ്ജറ്റ് റേഞ്ചാണ്, 1,999 റേഞ്ചിൽ വന്നിരിക്കുന്ന. ആൻഡ് എവറി ഡേ വെയറിന് നല്ലതാണ്. നമുക്ക് ഓഫീസ് വെയർ, വർക്ക് വെയർ ആയിട്ടൊക്കെ പോകാനായിട്ട്. യെല്ലോ നമുക്കിപ്പോൾ നമ്മളുടെ ഫേവറേറ്റ്, നമുക്ക് ആ ഒരു കളർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ടോണ്. ബാക്കിയുള്ള കളേഴ്സൊക്കെ നമുക്ക് വർക്ക് വെയർ ആയിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു സ്ലൈറ്റ് ഒക്കേഷൻ ലൈക്ക് ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ്, ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും നല്ലൊരു ലുക്കാണ്. 1,999 റേഞ്ചിൽ RP468 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. www.aham.store. പിന്നെ നമുക്ക് ഇതേപോലെയുള്ള എല്ലാ കാറ്റഗറിയിൽ നിന്നുള്ള അപ്ഡേറ്റ് കാണാനായിട്ട് നമ്മളുടെ അതിൻ്റെ പേജ് ഫോളോ ചെയ്യുക. ആൻഡ് യുണീക്ക് ആയിട്ടുള്ള പീസസും പ്രീമിയം കളക്ഷനും കാണുന്നുണ്ടെങ്കിൽ ലൂംസ് ഓഫ് ലക്ഷറി ഈ സാരി ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും കേട്ടോ. എപ്പോഴും കാണുന്ന ഒരു പാറ്റേൺ അല്ല ആക്ച്വലി ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു സ്ലൈറ്റ് ഗ്രാജുവലായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു കളർ ഓംബ്രെ എഫക്റ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. യൂഷ്വലി നമ്മളത് ലോ പോർഷനിൽ നിന്ന് താഴോട്ടൊക്കെ കാണാറുള്ളത്. ഇപ്പം നമ്മളതിനകത്ത് ആ ഒരു പല്ലുവിൻ്റെ അവിടെ നിന്ന് ബോഡിയിലോട്ട് സ്ലൈറ്റ് ആയിട്ട് ആ കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വന്നേക്കാം കേട്ടോ. നല്ലൊരു ആർമി ഗ്രീനിൻ്റെ ഒക്കെ ഒരു ഭയങ്കര ഡാർക്ക് അല്ലാത്തൊരു ഷെയ്ഡ്, ദാറ്റ് ഇസ് സ്ലൈറ്റ്ലി ചേഞ്ചിങ് ടു ബ്രൗൺ, അങ്ങനത്തെ ഉള്ള ഒരു കോമ്പിനേഷനാണ്. ആൻഡ് ദിസ് ഇസ് ദി കളർ ഓഫ് ദി ബ്ലൗസ്. അപ്പോൾ ബ്ലൗസിന് നമ്മൾ ഇതേ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ആദ്യം ഉടുക്കാൻ നേരത്ത് ഞാനിങ്ങനെ നോക്കുമായിരുന്നു ഇത് ലൈക്ക് ആ കോമ്പിനേഷൻ എങ്ങനെയാണ് വന്നത്, കോൺട്രാസ്റ്റ് എങ്ങനെയാണ് വന്നതെന്നുള്ളത്. പക്ഷേ അതിനകത്ത് ആ ഒരു സ്ലൈറ്റ് ഗ്രാജുവേഷൻ ഉണ്ടെന്ന് ഉടുത്ത് കഴിഞ്ഞപ്പോഴാണ് കണ്ടത്. നല്ലൊരു ഓംബ്രെ എഫക്റ്റിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ഗോട്ട് എംബ്രോയിഡറി ആൻഡ് പ്രിൻറ്റ് ഡീറ്റെയിലിംഗ്. യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് കളർ ബ്ലീഡിങ്. ഇത് നമുക്ക് കളർ ബ്ലീഡിങ് ഒന്നും ചെയ്യത്തില്ല, കാരണം ഡിജിറ്റൽ പ്രിൻറ്റ്, സബ്ലിമേഷൻ പ്രിൻറ്റിലാണ് ചെയ്തേക്കുന്നത്. ഒരു ജോമെട്രിക് ടെക്സ്ചർ ലുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് സ്കാറ്റേഡ് ആയിട്ട്. ആൻഡ് ദ എംബ്രോയിഡറീസ് ഇൻ മെഷീൻ എംബ്രോയിഡറി. മെഷീൻ എംബ്രോയിഡറിക്കകത്ത് നമ്മളൊരു കട്ട് വർക്ക് ഡീറ്റെയിലിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്കാലപ്പ് ബോർഡർ, രണ്ട് സൈഡിലെയും ബോർഡർ കുറച്ച് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ലുക്ക്, കാരണം വൈറ്റ് ത്രെഡ് ആ ഒരു ഏർതി ഷെയ്ഡിൻ്റെ കൂടെ വന്നപ്പോഴത്തേക്കൊന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന രീതിയിലാണ്. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് കളർ. ആൻഡ് ദെൻ നമുക്ക് സെക്കൻഡ് ഒരു ഷെയ്ഡും കൂടെ വന്നിരിക്കുന്നത്. ദിസ് ഇസ് ലൈക്ക് എ വെരി ഡാർക്ക് മോവ്. അങ്ങനെ മോവിൻ്റെ അകത്ത് തന്നെ ഒരു ബ്ലാക്ക് ഇങ്ങനെ കയറി വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ്. അപ്പം ഇവിടെ നിന്നൊരു ഡാർക്ക് ടോൺ ഗ്രേ, ഓൾമോസ്റ്റ് ഗ്രേ ഷെയ്ഡിലോട്ട് പോയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് സ്ലൈറ്റായിട്ട് ആ ഒരു ഓംബ്രെ എഫക്റ്റിൽ കളർ കുറച്ചും കൂടി ബ്രൈറ്റ് ടോണിൽ വന്നിരിക്കുന്ന ഒരു ലുക്കിലോട്ട് വന്നിക്കുക. അപ്പോൾ ബ്ലൗസ് വന്നിട്ട് സെയിം, ഇതാണ് അതിൻ്റെ ബ്ലൗസ്, സെയിം ആസ് ദി എൻഡിങ് ഓഫ് ദി പല്ലു. അതിനകത്ത് ഗ്രഡേഷൻ ഒന്നും വന്നിട്ടില്ല, സെയിം ആ ഒരു ഇത് തന്നെയാണ് വരുന്നത്. ആൻഡ് ഫുള്ളായിട്ട് പ്രിൻറ്റിൽ മാത്രമായിട്ടാണ് ബ്ലൗസ് ചെയ്തേക്കുന്നത്. അതാണ് എൻ്റെ ലുക്ക്. ഫ്ലോറൽ മെഷീൻ എംബ്രോയിഡറി വിത്ത് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ലുക്കാണ്. ടസർ ഫിനിഷ് കുറച്ച് ലസ്ട്രസ് ആയിട്ടുള്ള ഫിനിഷിങ്ങിൽ വരുന്ന ടസർ ഫിനിഷാണ്. സെമി സിൽക്ക് സാരിയാണ്, പവലും ബേസ്ഡ് ആണ് കേട്ടോ. നമുക്കൊരു നല്ലൊരു ബഡ്ജറ്റുമാണ്. നമുക്കിത് കാഷ്വലായിട്ട് എടുക്കാൻ ഒക്കെ നല്ലതാണ്. പിന്നെ ഞാൻ കാഷ്വലായിട്ട് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കൺവീനിയൻസ് എന്ന് പറയുന്നത് വാഷ് ആൻഡ് കെയർ ഇസ് പ്രിറ്റി കൺവീനിയൻറ്റ്. അത് 2699 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഒരുപാട് നമുക്ക് അതിനകത്ത് സ്ട്രഗിൾ ചെയ്യേണ്ട. ഡെയിലി വെയർ എന്ന് പറയുമ്പോൾ വീട്ടിൽ തന്നെ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കൺവീനിയൻസ് തന്നെയാണ് എപ്പോഴും. മെഷീൻ ഓൾസോ ഇസ് ഓക്കെ. നമ്മളത് ഡെലിക്കറ്റ് വാഷിലിട്ട് ചെയ്താൽ മതി. അത് ഹെവി വാഷസിലോട്ടൊന്നും പോകണ്ട, എപ്പോഴും വാമിലും പോകണ്ട, കോൾഡ് വാട്ടറിൽ തന്നെ ഇട്ട് ഡെലിക്കറ്റ് ആയിട്ടുള്ള ഒരു ഫ്രഷ്നസ്. സാരി ബേസിക്കലി ഇറ്റ്സ് നോട്ട്, നമ്മളത് സ്വെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. സാരി എന്ന് പറയുന്ന പ്രോഡക്റ്റിൽ നമ്മൾ അധികമായിട്ട് അങ്ങനെ ഇത് വരത്തില്ല. അതുകൊണ്ട് നമുക്കൊന്ന് ഡെലിക്കറ്റ് വാഷിലൊക്കെ ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ് ടസർ ഫിനിഷിനകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് ഡാർക്ക് ടോൺസ് ആണ് പൊതുവേ, നമുക്കറിയാം ഏർതി ടോണിലാണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത്. അതിനകത്ത് പോപ്പ് ചെയ്യുന്ന ഒരു ബോർഡർ ഡീറ്റെയിലിങ്ങും കൂടെ. അപ്പോൾ ചെക്ക് ഇറ്റ് ഔട്ട്. RPയുടെ കോഡിൽ 555 and 556 എന്ന കോഡിലാണ് വരുന്നത്. പിന്നെ ഗുഡ് പ്രൈസ് റേഞ്ച്.